അമ്മണി കൊച്ചേ, നീ ഒന്ന് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. പാവം നത്തോലി പോലെ ആയിപ്പോയി. ഞാനല്ല, തന്റെ മോള് കൊച്ചാ നത്തോലി പോലെ ആയി. അത് നേരാ. എന്റെ മോള് കൊച്ചിന് വല്ലാത്ത മനസ്താവമാ. പ്രായമായാലേ പെൺപിള്ളേരെ കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഉണങ്ങി ചൊള്ളിച്ചു പോകും. ഓ, അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ ഉണങ്ങി ചൊള്ളിച്ചു പോയത്. കൊച്ചാപ്പിച്ചാൻ ഉത്തരം വേണ്ടതിനും പറയുന്നത് കേട്ടോ. അമ്മണി കൊച്ചേ, നിനക്ക് ഞാൻ നല്ല അസൽ 1ാം ക്ലാസ് ഒരു ചെറുപ്പക്കാരനെ കണ്ടുവച്ചിട്ടുണ്ട്. വയസ്സുകാലത്തെ കുഴമ്പ് പറ്റിത്തരാൻ കൊച്ചാപ്പിച്ചായൻ ആദ്യം ഒരു പെണ്ണിനെ അന്വേഷിക്കും, എന്നിട്ട് മതി എനിക്ക് ചെറുക്കനെ അന്വേഷിക്കില്ല. നീ പറഞ്ഞപ്പോഴാ അമ്മണി കൊച്ചേ എനിക്ക് അതിന്റെ സൂത്രം മനസ്സിലായത്. വയസ്സുകാലത്ത് എവിടെയെങ്കിലും വീണുപോയാ എനിക്കൊന്ന് താങ്ങിത്തരാനൊരു പെൺകൊച്ചില്ലാതെ ഞാൻ എന്ത് ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, ഒരു പെണ്ണ് കെട്ടാൻ. ഏതായാലും ഞാനും അതങ്ങ് തീരുമാനിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം. നിനക്ക് വയസ്സ് 10-17 ആയില്ലയോ? ഈ വയസ്സുകാലത്ത് എനിക്ക് പെണ്ണിനെ അന്വേഷിച്ച് നടക്കാൻ ഒട്ടു വയ്യ. എനിക്ക് 60 വയസ്സായെങ്കിലും ദൈവാധീനം കൊണ്ട് 32 തോന്നിക്കും. എനിക്ക് ചോറ് വിളമ്പി തന്ന് നിനക്ക് നല്ല തഴക്കമുണ്ട്. പിന്നെ എണ്ണ തേപ്പിച്ചു തരുന്ന കാര്യമല്ലേ, അത് ഞാൻ പഠിപ്പിച്ചു തരാം. അതിനെന്താ, വയസ്സിന് ശകലം കുഴപ്പമുണ്ടെങ്കിലും ഞാൻ റെഡിയാ. കൊച്ചാപ്പിച്ചാൻ ഒരു കാര്യം ചെയ്യും, 1 ഏക്കർ തെങ്ങിൻ തോപ്പ് വാങ്ങി അതിൽ നല്ല ഒരു ഓടിട്ട കെട്ടിടം പണിയിച്ച് 10-25 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ വെച്ച് ഞങ്ങൾ കെട്ടിക്കും. എടി 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 അമ്മണിയേ, അങ്ങനെ വല്ലവന്റെ പന്തലിൽ എന്റെ വിളമ്പ് കാണാനല്ലേ? അത് നിന്റെ മനസ്സിലിരിക്കട്ടെ. നിന്റെ എല്ലിന്റെ ഇടയിൽ ചോറ് കുത്തണ്ടേലേ അത് ഈ പാവപ്പെട്ട കൊച്ചാപ്പിച്ചായന്റെ വെള്ളക്ക് വേണ്ട. മനസ്സിലായോ? ആ, എന്താ മോളെ? അന്ന് ഞാൻ കൊടുത്ത കത്ത് പെട്ടിയിലിട്ടോ? അയ്യോ, അന്ന് എന്നിട്ടല്ലോ. എന്താ കൂട്ടുകാരിയുടെ മറുപടി വന്നില്ലേ? ഇല്ല. മോള് നോക്കി വിഷമിക്കണ്ട, മറുപടി കിട്ടും. അമ്മച്ചി, എന്താ മോളെ? ഞാൻ ഉണ്ണുണ്ണിപ്പാപ്പന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരട്ടെ. ലിസി വന്നിട്ടുണ്ട്. പോയിട്ടോ. നീ ഇവിടെ വന്ന് 2-2.5 മാസമായിട്ട് അങ്ങോട്ട് ചെല്ലാത്തതിലേ ഉപ്പാപ്പിനും കൊച്ചമ്മയും പിണങ്ങിയിരിക്കായിരിക്കും. പോയിട്ടോ. പോകുമ്പോ കൊച്ചാപ്പിയെ കൂടെ വിളിച്ചോണ്ട് പോയിക്കോ. ഞാൻ തനിച്ച് പോയിക്കൊള്ളാം അമ്മച്ചി.